ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഒനിയൻ പക്കോട ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 3 വലിയ സവാളയാണ് എടുത്തിട്ടുണ്ട്. ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിലുള്ള കടലമാവ്. ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എടുത്ത് വെച്ചിരിക്കുന്ന ഈ കടലമാവ് ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് ഗരം മസാല പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഇത് കൊണ്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇതിലാണ് അരിപ്പൊടിയൊക്കെ ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റാമേ. ഇതെടുത്ത് അപ്പം നമ്മുടെ ഒനിയൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല ക്രിസ്പിയാണ്. ഇതിൽ അരിപ്പൊടിയൊക്കെയും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പിയായിട്ട് കിട്ടും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്